ഹായ് എവരി വൺ, ഞാൻ വിപിൻ വരേലാൻ, സ്പ്ലൻഡോർ ന്യൂസിലാൻഡ്. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർവീസുകൾ എന്തൊക്കെയാണ് എന്ന് പുതുതായിട്ട് വന്നേക്കുന്ന കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂസിലാൻഡിൽ ഇപ്പോൾ പുതിയ തസ്തികകൾ, അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ പുതിയ മേഖലയൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ ന്യൂസ് കണ്ടു കാണും എന്ന് വിചാരിക്കുന്നവരൊക്കെ ഒത്തിരി പേര് പഴയ യൂട്യൂബിനകത്തൊക്കെ ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ക്യാപ് പ്രോഗ്രാം ചെയ്തിട്ട് ഒത്തിരി പൈസ, ഏകദേശം ഒരു 6 ലക്ഷം രൂപയൊക്കെ 6.5 ലക്ഷം രൂപയോളമൊക്കെ മുടക്കി വന്നിട്ട് ജോലി കിട്ടിയിട്ടില്ല, നിങ്ങളാരും ഇനി ന്യൂസിലാൻഡിലേക്ക് നഴ്സിംഗ് ഈ ഒരു മേഖല ക്യാപ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ജോലി കളയരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒത്തിരി വീഡിയോസ് കണ്ടു കാണും. ഇപ്പോൾ അതിൽ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അന്ന് വ്ളോഗ് ചെയ്തേക്കുന്ന കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്ളോഗ് ചെയ്ത് അന്ന് തീരുമാനമെടുത്ത ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ജോലിയും കളഞ്ഞ് പോയാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടമാണ് എന്ന് കരുതി ഡ്രോപ്പ് ചെയ്തേക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പം എനിക്ക് അവരോടൊക്കെ ആയിട്ട് പറയാനായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, ഈ വ്ളോഗ് ചെയ്ത് ആരും തന്നെ എനിക്ക് ജോലി കിട്ടി, ഞാൻ അന്ന് എനിക്ക് തെറ്റ് പറ്റിപ്പോയി, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഒരു വ്ളോഗ് ചെയ്ത ഒരാൾ പോലും തിരിച്ചു വന്ന് പറയത്തില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും അവസരങ്ങൾ നിങ്ങളെ കാത്ത് നിൽക്കത്തില്ല. ഒരിക്കലും അവസരങ്ങൾ നിങ്ങളെ കാത്തുക. നിങ്ങളുടെ കയ്യിൽ എലിജിബിൾ ആയിട്ടുള്ള, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ന്യൂസിലാൻഡിൻ്റെയോ ഓസ്ട്രേലിയയുടെയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരം വരുന്ന സമയത്ത് നിങ്ങൾക്ക് കയറിപ്പോകുക. അതല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന വാക്ക് കേട്ട്, അതായത് ഇപ്പം ന്യൂസിലാൻഡ് ആയാലും ശരി ഓസ്ട്രേലിയയിലും ശരി, ഈ പറഞ്ഞ 1-2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ പെട്ടെന്ന് പ്രോസസ്സിങ് കഴിഞ്ഞ് കയറി വരാൻ പറ്റുന്ന ഒരു കൺട്രിയെ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞെങ്കിൽ അവർ പറയുന്ന ഒരു കേസ് മാനേജർ ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മാസമാണ്. നിങ്ങളുടെ CGFNS, അതായത് വെരിഫിക്കേഷൻ പ്രോസസ്സിങ് തന്നെ നമുക്ക് റെക്കോർഡിട്ട് നമ്മൾ തീർത്തന്നെ 15 ദിവസമാണ്. പക്ഷേ എനിവേ സാധാരണഗതിയിൽ ഉള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ 15 ദിവസം വേണ്ടി നിങ്ങൾ കൂട്ടണം, ഒരു 2 മാസമെങ്കിലും മിനിമം കൂട്ടുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര 7 മാസമായി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അന്നേരത്തേക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം മാറിയും. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, എന്നും സാഹചര്യങ്ങൾ ഒരുപോലെ ഇരിക്കത്തില്ല. പല കുട്ടികളുടെയും ഈ യൂട്യൂബിലെ വ്ളോഗ് കാരണമാണ് മിക്ക കുട്ടികളും ഒരു ചെയ്യണ്ട എന്ന് കരുതി അവർ ഡ്രോപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊരു നഷ്ടമാണ് എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാര്യം ഈ വ്ളോഗ് ചെയ്തേക്കുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, നിങ്ങൾ ആരും പ്രോസസ്സിങ് ചെയ്യരുത് എന്ന് പറഞ്ഞേക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയുവാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രോസസ്സിങ് ചെയ്യുക. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂസിലാൻഡിലേക്കുള്ള ഈ ഒരു പാത്ത് വേ വഴി ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഒരു പരിപാടി, അതായത് ഓസ്ട്രേലിയയിൽ സൂൺ തന്നെ ഒരു നിയമമാറ്റത്തിൽ സാധ്യതകൾ ഏറെയാണ്. ഞാൻ മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസിലാൻഡിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ജൂലൈ 4-ാം തീയതി അയർലൻഡ്, UK എന്നിവിടങ്ങളിൽ നിന്ന് ഡയറക്റ്റ് രജിസ്ട്രേഷൻ അവർക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ ഒരു പാത്വേ അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്നതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്നുള്ളൊരു, അതായത് വിത്തൗട്ട് എനി എക്സാം ഇപ്പോൾ ആർക്കും ഈ ന്യൂസിലാൻഡ് രജിസ്റ്റർ ചെയ്തേക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്യാം വിത്തൗട്ട് എനി എക്സാം. അതാണ് എല്ലാവരും ന്യൂസിലാൻഡിലേക്ക് കയറി വരാനായിട്ടുള്ള മെയിൻ റീസൺ. ഇപ്പോൾ ഇത്രയും ജോലിക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലും ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞ ഒരു ഡിമാൻഡിങ് കൺട്രിയാണ്, ഈ അയർലൻഡോ UK പോലെയല്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതൊരു അസറ്റാണ്. നിങ്ങൾക്ക് ഇന്നോ നാളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുന്നത്,
ഇൻഷുറൻസ് എടുക്കുന്നത് ഇന്നത്തേക്കോ നാളത്തേക്കോ വേണ്ടിയാണോ? അല്ല, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി എന്തെങ്കിലും വന്നാൽ എന്ന് കരുതി നിങ്ങൾ എടുക്കുന്നൊരു സംഭവമാണ് ഇൻഷുറൻസ്. ഇപ്പോൾ ഞാൻ എൻ്റെ മദറിന് ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്തിരുന്നു. അത് നമ്മൾ 3 വർഷത്തേക്ക് 75,000 രൂപയാണ്. ആ 3 വർഷത്തേക്ക് ആൾക്ക് യാതൊരു പ്രശ്നമില്ല, 75 രൂപയും പോയി അല്ലേ? അപ്പോൾ നമ്മൾ അയ്യോ 75 രൂപ വന്നില്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും പറ്റിയാൽ ഫ്യൂച്ചറിലേക്ക് ഒരു സേഫ്റ്റി എന്നതുപോലെ തന്നെയാണ് ഈ ന്യൂസിലാൻഡിൻ്റെ ഈ ഒരു പ്രോസസ്സിങ്. നിങ്ങൾ ഇറക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കും, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ അൺമാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പാരൻസിനോ അത് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിട്ട് നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഒരു കാര്യം ഇപ്പം തന്നെ നടക്കണം എന്നുള്ളതുണ്ട്. ഇപ്പോഴത്തെ ഇതനുസരിച്ച് നിങ്ങളെ സംബന്ധിച്ച് ഈ ഇറക്കുന്ന പൈസ, അതായത് ഇപ്പം ഈ പറഞ്ഞ CBT ആയാലും ശരി, OSK ആയാലും, ഇപ്പോഴത്തെ ഇതനുസരിച്ച് ആരുടെയും ജോലി നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാതെ തന്നെ, അതായത് റിസൈൻ ചെയ്യാതെ ഇവിടെ വന്ന് ഈ എക്സാം എഴുതി നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകാം. ഇപ്പോൾ ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എല്ലാം ത്രൂ ഓൺലൈൻ വഴിയാണ് നമ്മൾ ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഡയറക്റ്റ് വരുന്ന ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഇപ്പോൾ നിങ്ങൾ നിലവിലുണ്ടെങ്കിൽ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഇവിടെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളിപ്പോൾ ന്യൂസിലാൻഡ് ഉണ്ട് അപ്പം എന്നാൽ നേരിട്ട് വരാൻ പറഞ്ഞാൽ അതിനൊരു പ്രയോറിറ്റി ഉണ്ട് നിങ്ങൾ ന്യൂസിലാൻഡിൽ ആണെങ്കിൽ. പക്ഷേ ഈ പറഞ്ഞ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ 100% എല്ലാം തന്നെ ഓൺലൈനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ OETയോ IELTSO നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരു റീതിങ്കിങ്ങിന് ആവശ്യമില്ല. നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ എവിടെ പ്രോസസ്സിങ് ചെയ്യുവാണ്, ഇപ്പം ന്യൂസിലാൻഡിൽ ഇപ്പോൾ നഴ്സിംഗ് പ്രോസസ്സിങ് ചെയ്യാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ എങ്കിൽ നിങ്ങൾ ആദ്യം ഏത് ഏജൻസി ചെന്നാലും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് CGFNSൻ്റെയും പിന്നെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ, അതായത് IQN എന്ന് പറയും, ഈ 2 സ്ഥലത്തെയും യൂസർ നെയിം പാസ്വേഡും എനിക്ക് തരുമോ? അതായത് ഈ പ്രോസസ്സിങ് തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഈ സാധനം എനിക്ക് ആക്സസ് ചെയ്യാൻ തരുമോ എന്നുള്ള കാര്യം ചോദിക്കുക. മിക്ക ആൾക്കാരും പറയും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് അതിൻ്റെ ഞങ്ങൾ കൊടുക്കാറില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മിസ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. എന്ത് മിസ്യൂസ് ചെയ്യുന്നു? ഒരു മിസ്യൂസും നിങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയിട്ട് നിങ്ങൾക്ക് ഈ യൂസർ നെയിം പാസ്വേഡും ഇല്ലാതെ നിങ്ങൾ അവരുടെ അടുത്ത് കാല് പിടിച്ച് നടക്കേണ്ടി വരും. എന്തായി പ്രോസസ്സിങ്, എവിടെ എത്തി? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഏജൻസിയിൽ നിന്ന് നമ്മുടെ ഈ സ്പ്ലെൻഡോറിലോട്ട് വേറൊരാൾ സ്വിച്ച് ഓൺ ചെയ്തു. അപ്പോൾ ആളുടെ ഒരു മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ അവർ ഫോൺ എടുക്കത്തില്ല. ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും വരെ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോർട്ടലിൻ്റെ മൂലയ്ക്ക് നിന്നൊക്കെ ഫോട്ടോ എടുത്ത് കൊടുക്കും. എന്തായി എന്നുള്ളതായി. പിന്നെ ഈവൻ ഫോൺ വിളിച്ച് എടുത്താൽ തന്നെ അടുത്തിരിക്കുന്ന ആളോടാണ് ചോദിക്കുന്നത് എന്തായി, എന്താണ് പറഞ്ഞു തരാൻ പറയുന്നത്, ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ സ്റ്റാൻഡേർഡ് എന്തുണ്ടെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെല്ലുമ്പോൾ തന്നെ ചോദിക്കേണ്ട ഈ യൂസർ നെയിം പാസ്വേഡും ചോദിക്കുക. ഇത് തരുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോസസ്സിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലെൻഡോർ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോ ഹിഡൻ പ്രോസസ്സിങ്. നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ ഈ CGFNSൻ്റെയും IQNൻ്റെയും യൂസർ നെയിം പാസ്വേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും നിങ്ങൾക്ക് ഓരോ പ്രോസസ്സിങ് കണ്ടറിയാൻ പറ്റും. പിന്നെ അതിനകത്ത് ഈ പ്രോസസ്സിങ്ങിൽ ഏതെങ്കിലും രീതിയിൽ ഡിലേ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അത് ഏറ്റവും വലിയൊരു പ്ലസ് ആണത്. ഇപ്പം നമ്മുടെ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഡിലേ വരാറില്ല. നമ്മൾ എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളൊരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളത്തരം ഇല്ല അതിനകത്ത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് വിളിക്കുക. നമ്മുടെ കമ്പനിയുടെ ബ്രാഞ്ച് അങ്കമാലിലുണ്ട്, അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ടോട്ടലി ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ പേയ്മെൻറ്റ്സും നിങ്ങൾക്ക് ഡയറക്റ്റ് അടയ്ക്കാം. ഇപ്പോൾ CGFNSൻ്റെ ആയാലും IQൻ്റെ ആയാലും ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യാനായാലും എന്ത് കാര്യത്തിനായാലും ഈവൻ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് നേരിട്ട് പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഞങ്ങൾ തരുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ നമ്മളുടെ സർവീസ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. അതായത് നമ്മൾ സ്റ്റഡി എബ്രോഡ് ഗ്ലോബലി എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ കൺട്രീസിലും ഹയർ സ്റ്റഡീസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ CGFNS IQN ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്, പിന്നെ ലേണിംഗ്, പിന്നെ അതുപോലെ ഇമിഗ്രേഷൻ, അതായത് വിസ പ്രോസസ്സിങ്, പിന്നെ ന്യൂസിലാൻഡ് വന്നിറങ്ങി കഴിയുമ്പോൾ എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ മെത്തേഡ് അനുസരിച്ചുള്ള CBT OSCE അതിൻ്റെ ട്രെയിനിങ്, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പുതുതായിട്ട് വന്നേക്കുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഫീസ് പറയുകയാണ്. CGFNS എന്ന് പറഞ്ഞാൽ $300 നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, $300. IQN എന്ന് പറയുന്നത് $485 IQNൽ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ അടുത്ത് ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി, അത് ഡിപ്പെൻഡ്സ് കൺട്രി ടു കൺട്രി, അത് വ്യത്യാസം വരും. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് $169 വരും, $169 വരും ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി നമ്മൾ അടയ്ക്കുന്നത് ഓസ്ട്രേലിയൻ ഡോളറിലാണ്. അത് വൺ ഓഫ് ദ ഓസ്ട്രേലിയൻ ഏജൻ്റാണ് ഈ പറഞ്ഞ നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന് വേണ്ടിയിട്ട് ഇവരുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി അവർ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഗൈഡ് ലൈൻ തരുന്നുണ്ട് ഇവിടുന്ന്. ഓക്കെ. പിന്നെ അടുത്തത് നമ്മളുടെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ചാർജ് എന്ന് പറഞ്ഞാൽ 50,000 നമ്മളെ ഫീസ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വിസയ്ക്ക് വരുന്നത് $441 നമുക്ക് ഫീസായിട്ട് വരുന്നത്. അത് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. 440 ഈ ഒക്ടോബർ മുതൽ ഇമിഗ്രേഷൻ്റെ ഫീസിൻ്റെ ഇത് കൂട്ടി. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ്, അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ സർവീസ് ചാർജ് എത്രയാണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. 1.5 ലക്ഷം രൂപയാണ് നമ്മളുടെ സർവീസ് ചാർജായിട്ട് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് കേസ് ബൈ കേസ്. ഓക്കെ. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ CBT OSCE ഇതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീസും കൂടെ ഞാൻ പറഞ്ഞുതരാം. CBT സെപ്പറേറ്റ്, CBT മാത്രമായിട്ട് മതിയെങ്കിൽ ബാച്ചിനാണെങ്കിൽ $150 വരും. അതുപോലെ തന്നെ OSCEക്കും ഈ പറയണം OSCE മാത്രം മതി, അത് ബാച്ച് ആണെങ്കിൽ $150 വരും. അതേസമയം CBT മാത്രം ഇൻഡിവിജ്വൽ ആണെങ്കിൽ $200 വരും. പിന്നെ OSCEക്കും ഇൻഡിവിജ്വൽ, അതായത് OSCE മാത്രം മതി ക്ലാസ്, അപ്പോൾ അതിന് ഇൻഡിവിജ്വൽ ആണെങ്കിൽ $200 വരും. ഓക്കെ. ഇനി അടുത്തത് CBT OSCE രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $199 വരും. CBT OSCE നിങ്ങൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണ് ഇൻഡിവിജ്വൽ സെക്ഷൻ ആണെങ്കിൽ $300 വരും. ഇപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഫുൾ ഗൈഡ് ലൈനും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങളൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും തന്നെ റിസൈൻ ചെയ്യണ്ട. ആരും തന്നെ ഇപ്പോൾ CBT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് എക്സാം എഴുതിയ അന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. OSCE എന്ന് പറയുന്നത് ഈ പറയുന്ന 3 ദിവസം, 2 ദിവസം ട്രെയിനിങ് ഉണ്ടാവും, 2 ദിവസം ഓറിയൻറ്റേഷൻ തരും, 3-ാം ദിവസമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ 3 മണിക്കൂർ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില കുട്ടികൾ ഇപ്പോൾ എക്സാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഡ്യൂറേഷൻ റിസൾട്ട് 10 ദിവസത്തോളം അപ്രോക്സിമേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 10 ദിവസം ഉള്ളിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസം റിസൾട്ട് അറിഞ്ഞ ശേഷം നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ വരാം. അപ്പോൾ ചിലവർ റിസൾട്ട് അറിയാൻ കാത്തുക്കാറില്ല. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ OSCE സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ആൾ റിസൾട്ട് വരാൻ കാത്തുന്നില്ല. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പോൾ ആൾ ഓൾറെഡി പാസ്സാണ്, ആൾ ഓൾറെഡി കോൺഫിഡൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ ടെസ്റ്റിമോണിയൊക്കെ കണ്ടു കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ ജോലി റിസൈൻ ചെയ്യേണ്ട. നിങ്ങൾക്കിപ്പോൾ അതായത് CBT എന്ന് പറഞ്ഞെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ എക്സാം എഴുതി പാസ്സായാൽ മതി. CBT പാസ്സായി കഴിഞ്ഞാൽ 1.5 വർഷം നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. 1.5 വർഷം. അപ്പോൾ ഈ 1.5 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ OSCE വന്ന് എഴുതി. അപ്പോൾ അതായത് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ ഇത് എബ്രോഡ് ആണ് എങ്കിൽ, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറയണം ഒരു എന്താ പറയുക നെക്സ്റ്റ് ആനുവൽ ലീവ് വരുന്ന സമയത്ത് നിങ്ങൾ അവിടുന്ന് ഒരു മാസത്തെ ലീവ് എന്തായാലും ഉണ്ടാവും. സ്ട്രേറ്റ് ന്യൂസിലാൻഡിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഇവിടെ വന്ന് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകും. സോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സേഫ്റ്റി ഉണ്ട്. നിങ്ങൾക്ക് പഴയതുപോലെയല്ല.
പഴയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ക്യാപ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിച്ച് ഇപ്പോൾ ഓൺലൈൻ ഉണ്ടെങ്കിൽ പോലും അതിനും ഒരു 2 ആഴ്ചത്തോളം ഓസ്കിക്കൊക്കെ ഇതുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഒരു 3 ദിവസം മതി. അത് ഏറ്റവും വലിയ ആശ്വസിക്കാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല ഫീസ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഓസ്കിക്കും CBTക്കും എക്സാം ഫീസായിട്ട് $140 നമ്മുടെ CBTക്ക് വരുന്നത് എക്സാം ഫീസായിട്ട്. ഓസ്കിക്ക് ആണെങ്കിൽ $3500 ഓസ്കിക്ക് വരുന്ന ഫീസ്. സോ ക്യാപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഫീസ് കുറവ്. പിന്നെ നിങ്ങളുടെ ജോബ് ഒന്ന് സെക്യൂർ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ വേറൊരു ജോലി കണ്ടെത്തി അതിനുശേഷം അടുത്ത ജോലി ശരിയാക്കി സേഫ് ആയതിനു ശേഷം മാത്രം അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോന്നാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോട്ടലി സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ഒന്നുകൊണ്ട് ഒരു റീതിങ്കിങ്ങിൻ്റെ ഒരാവശ്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഈ ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും വലിയൊരു ഗുഡ് അസറ്റാണ്. സോ അത് നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഈ പറഞ്ഞ ഈ വ്ളോഗേഴ്സ്, ഈ പറഞ്ഞേക്കുന്ന ആൾക്കാർ, അവർക്ക് കിട്ടാനുള്ള റീച്ചാണ്, അവർക്ക് കിട്ടാനുള്ള സബ്സ്ക്രൈബേഴ്സും റീച്ചും കിട്ടിക്കഴിഞ്ഞാൽ, ലൈക്കും ഷെയറും കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അവർ പോയി കഴിഞ്ഞാൽ ഒരാളുടെ പോലും ഒരു കഥ പോലും നിങ്ങൾ കേട്ട് കാണുമില്ല. ഈ വ്ളോഗ് ചെയ്ത ഒരാൾ പോലും തിരിച്ചു വന്ന് അയ്യോ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടോ, എൻ്റെ വാക്ക് നിങ്ങൾ കേട്ട് നിങ്ങളെടുത്ത തീരുമാനത്തെ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ പോലും നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്ത് അവരുടെ പ്ലാറ്റ്ഫോമിൽ അവരിടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ അത് മൊത്തത്തിൽ ഇടിയും. സോ ബി കെയർഫുൾ. ഇതിൽ ഈ പറയുന്ന കാര്യത്തിലൊന്നും നിങ്ങൾ കേട്ട് നിങ്ങൾ വീഴാതെ എത്രയും പെട്ടെന്ന് പ്രോസസ്സിങ് ചെയ്യുക. ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ കിട്ടി നശിച്ചു പോയ ഒരു കുട്ടികൾ പോലും ഇല്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാനായിട്ടോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. 17 ഞാനിപ്പോൾ ന്യൂസിലൻഡ് പാമസ്നോർത്തിലാണ്. ആ 17 എന്നുള്ള ലാസ്റ്റ് നമ്പർ 17 എന്നുള്ളത് എൻ്റെ നമ്പറാണ്, എൻ്റെ ബിസിനസ് നമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നേരിട്ട് പോയി നമ്മുടെ കൗൺസിലറായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ നമ്പറും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസ് അഡ്രസ്സും താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ അങ്കമാലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റൈറ്റ് സൈഡ് എതിർവശമാണ് നമ്മളുടെ ഓഫീസ്. റെഡ് ബിൽഡിംഗ് ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒറ്റ ബിൽഡിങ്ങേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അങ്കമാലി ഫുള്ള് റെഡായിട്ട് ഒറ്റ ബിൽഡിങ് നമ്മുടെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ആ ബ്രിഡ്ജ് ഇറങ്ങുമ്പോൾ തന്നെ ആ ടേണിങ്ങിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഒന്നെങ്കിൽ നേരിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലെൻഡോറിൻ്റെ തന്നെ ലാംഗ്വേജ് അക്കാദമി ഉണ്ട്. IELTS, OET, PTE, UKVA ഇതെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഓൺലൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് മാനേജറിൻ്റെ നമ്പറും ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഔട്ട്. വിപിൻ വരലാൻഡ്, സ്പ്ലെൻഡോ, ന്യൂസിലാൻഡ്. അങ്കമാലിക്കാരായ ന്യൂസിലൻഡ് സിറ്റിസൺ ആയിട്ടുള്ളവർ നേരിട്ട് നടത്തുന്ന സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ് ലിമിറ്റഡിന്റെ ബ്രാഞ്ച് ഇപ്പോൾ അങ്കമാലിയിൽ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ IELTS, OET, UKVA, PTE തുടങ്ങിയവയുടെ മികച്ച നിലവാരമുള്ള ക്ലാസുകൾ. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നഴ്സുമാർ പ്രോസസിംഗ് ചെയ്യുന്ന ഏക സ്ഥാപനം സ്പ്ലെൻഡോർ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അങ്കമാലി.